എത്രയും പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ കക്ഷിയുടെ സഹപ്രവർത്തകന്മാരായ സഹോദരന്മാരെ, കൊല്ലം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന 55 വാർഡുകളിൽ നിന്ന് ഐക്യ ജനാധിപത്യ കക്ഷികൾ കണ്ടെത്തിയ സ്ഥാനാർത്ഥികളെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയിട്ടുള്ള യുവാക്കന്മാരെ, യുവതികളെ, മാധ്യമങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഐക്യ ജനാധിപത്യ കക്ഷിയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രോജ്വലരായ നേതാക്കന്മാരുടെ ഒരു സമ്പന്നമായ നിര തന്നെ ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ തന്നെ എനിക്കേറെ പ്രിയപ്പെട്ടവരും എൻ്റെ ആത്മസുഹൃത്തുക്കളുമാണ്. അവരൊക്കെയാണ് ഈ കൊല്ലത്തെ തെരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ കക്ഷിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ നാളിതുവരെയുള്ള ചരിത്രം തിരുത്തിക്കൊണ്ട് കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം ഈ കോർപ്പറേഷൻ നയിച്ചുകൊണ്ട് പോകാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഞാൻ ഈ കോർപ്പറേഷനെക്കുറിച്ച് വിശദമായി സംസാരിക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. ഈ കോർപ്പറേഷൻ സ്ഥാപിതമായിട്ട് 20 വർഷം പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ കൊല്ലം മുനിസിപ്പാലിറ്റി ആകട്ടെ കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു നൂറ്റാണ്ട് പൂർത്തിയായിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയായിരുന്നു. ആ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായ ശേഷം ഈ കോർപ്പറേഷൻ്റെ ഭരണസാരഥ്യം കൈയാളാനുള്ള ഭാഗ്യം കോൺഗ്രസിനോ ഐക്യജനാധിപത്യ കക്ഷികൾക്കോ ഉണ്ടായിരുന്നില്ല. ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണിയുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനത്തെക്കുറിച്ചും ഈ കോർപ്പറേഷനുണ്ടായ പുരോഗതിയെക്കുറിച്ചുമൊക്കെ തന്നെ സത്യസന്ധവും ആത്മാർത്ഥമായ ഒരു വിശകലനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ വോട്ടർമാർ അവരുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. വളരെയേറെ വൈകാരികമായൊരു മുഹൂർത്തമായിട്ട് ഞാൻ ഇതിൽ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യ രാജ്യത്ത് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്ഥാപിതമായിട്ട് 1/4 നൂറ്റാണ്ട് പൂർത്തിയായ ഒരു മുഹൂർത്തമാണിത്. ആ പഞ്ചായത്ത് രാജ് സംവിധാനം ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ശേഷം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള, നമ്മുടെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം, അത് ഗ്രാമങ്ങളിലാകട്ടെ പട്ടണങ്ങളിലാകട്ടെ ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു പരിവർത്തനം കേവലം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മാത്രമല്ല കൗതുകത്തോട് നോക്കിക്കാണുന്നത്. ഗാന്ധിജിയുടെ സങ്കല്പമാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം. ഇന്ത്യയിൽ ലക്ഷോപലക്ഷം വരുന്ന ഗ്രാമങ്ങളിലെ പട്ടിണിപ്പാവങ്ങളെ മോചിപ്പിക്കാൻ ഗാന്ധിജി കണ്ടെത്തിയ ഏറ്റവും ശക്തമായ ഒരു വേദിയായിരുന്നു നമ്മുടെ ഗ്രാമസ്വരാജ്. ആ ഗ്രാമസ്വരാജിലേക്ക് എത്തിച്ചേരാനുള്ള അതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ അദ്ദേഹം വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ പ്രസ്ഥാന കാലത്ത് അതിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഗാന്ധിജിക്ക് സാധിച്ചത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രി ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ ഒരു കറകളഞ്ഞ ഇടതുപക്ഷവാദിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് നേതൃത്വം കൊടുത്തത്. രാജസ്ഥാനിലെ നാഗൂറിലാണ് അദ്ദേഹം ഈ സംവിധാനത്തിൽ തുടക്കം കുറിച്ചത്. ഒരുപാട് പ്രതീക്ഷകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മൾ മുന്നോട്ട് പോയി. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സവിശേഷതകളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ അതേക്കുറിച്ച് വളരെ ഗഹനമായി ചിന്തിച്ചുകൊണ്ട് കാലവിളംബമില്ലാതെ ആ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സൗഭാഗ്യം ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്ക് എത്തിക്കണമെന്നതിൻ്റെ
ഏറ്റവും പ്രത്യേകമായ അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമായ ആവശ്യം മനസ്സിലാക്കിയത് യശസ്വി ശ്രീമാൻ രാജീവ് ഗാന്ധി അവർക്കാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ത്യ രാജ്യത്ത് മാത്രം ലോകത്തിലൂടെ ഒരു വിപ്ലവത്തിൻ്റെ സന്ദേശം മുടക്കിയിട്ടുള്ള ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചത്. എന്തൊരു മാറ്റമാണ് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഗ്രാമങ്ങളിലെ പട്ടിണിപ്പാവങ്ങൾ, ഇന്നലെ വരെ വികസനത്തിന് വെള്ളി വെളിച്ചം കാണാത്ത ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിലേക്ക് അവർക്ക് ഐശ്വര്യം എത്തിച്ചേർന്നിരിക്കുന്നു, മാറ്റമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. ആ ഗ്രാമങ്ങളിലെ നിരക്ഷര കുട്ടികളെന്ന് പറഞ്ഞേക്കുന്ന ആളുകൾ അധികാരത്തിൻ്റെ അത്യുന്നത പദവികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ സംവിധാനത്തിൽ സാധിച്ചിരിക്കുന്നു. മാത്രമല്ല, അവഗണിക്കപ്പെട്ട നമ്മുടെ സഹോദരിമാർ, അമ്മമാരും പെങ്ങന്മാരും അടക്കമുള്ള ആളുകൾ, അവർ എത്രയോ വർഷക്കാലമായി ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് അവഗണിക്കപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ രാജ്യമെന്ന് ഓർക്കണം. ആ രാജ്യത്തെ സ്ത്രീകൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്ത്രീ പുരുഷ സമത്വ മുദ്രാവാക്യം വഴിക്കൊണ്ട് അവർക്ക് ഭരണത്തിൽ അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരണഘടനയിൽ 50% സ്ത്രീകൾക്ക് സംവരണമേറ്റൊരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അന്ന് ലോകസഭയിൽ ഈ നിയമം പാസ്സാക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി നടത്തിയ പ്രയത്നത്തെക്കുറിച്ച് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. കാരണം അദ്ദേഹം AICCയുടെ അധ്യക്ഷനായി അധികാരം ഏറ്റെടുത്ത അന്ന് തന്നെ അദ്ദേഹം നിയമിച്ചിരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിമാരെ ഒരാളായിട്ട് അദ്ദേഹത്തിന് അന്ത്യനാളുകൾ വരെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അസുലഭമായ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. നിങ്ങളുടെയൊക്കെ തന്നെ മുമ്പിൽ നിൽക്കുന്ന ഈ വിനീതനായ ഞാനെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഇത് സംബന്ധമായിട്ട് ഗഹനമായ ചർച്ചകൾ നടത്തി, സംവാദങ്ങൾ നടത്തി. എല്ലാ തരത്തിലുമുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ സംശീകരിച്ചുകൊണ്ടാണ് ഇത്രയും വിപ്ലവകരമായ ഒരു പഞ്ചായത്ത് രാജ് സംവിധാനം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചത്. ഏറ്റവും ഒടുവിലത്തെ സമ്മേളനം ഞാൻ ഓർക്കുന്നത് ബാംഗ്ലൂരിൽ. ആ ബാംഗ്ലൂർ സമ്മേളനത്തിൽ വെച്ചാണ് രാജീവ് ഗാന്ധി പറഞ്ഞത്, ഈ പഞ്ചായത്ത് രാജ് സംവിധാനം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പീപ്പിൾസ് പ്ലാൻ എന്നാണ് പറഞ്ഞത്. ഈ പഞ്ചായത്ത് രാജ് സംവിധാനം ജനകീയ ആസൂത്രണമായി മാറുമെന്ന കാര്യം അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ വാക്കാണ് കടമെടുത്തുകൊണ്ട് നമ്പൂതിരിപ്പാടും ആളുകളുടെ മുഖത്തിന് ജനകീയ ആസൂത്രണം, അതിൻ്റെ സ്രഷ്ടാക്കൾ, അതിൻ്റെ ശില്പികൾ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഈ സംവിധാനത്തിന് ഗുണഫലം അനുഭവിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോയത്. കടന്നുപോയ വർഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത നിലപാടുകളെക്കുറിച്ച് നമ്മൾ ഒന്ന് വിലയിരുത്താൻ വേണ്ടി തയ്യാറാകണം. എൻ്റെ സ്നേഹിതൻ പ്രേമൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി പോയതാണ്. ലോകസഭ നടപടിക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അന്ന് ഈ നിയമം ലോകസഭയിൽ അവതരിപ്പിച്ചപ്പോൾ വൻപിച്ച വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി നമുക്കത് പാസ്സാക്കാൻ സാധിച്ചത്. അത് രാജ്യസഭയിൽ എത്തിയപ്പോഴോ അവിടെ തീർച്ചയായിട്ടും അത് മൃഗീയ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കുമെന്ന പ്രതീക്ഷയായിരുന്നു പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിക്കുണ്ടായത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, അതിൻ്റെ നേതാക്കന്മാർ, എൻ്റെ സ്നേഹിതൻ MA ബേബി അടക്കമുള്ള ആളുകൾ, അദ്ദേഹത്തിന് പിന്നീട് അതെന്തെന്നില്ലാത്ത മനപ്രയാസവും കുണ്ഠിതവും ഉണ്ടായി എന്ന കാര്യം എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം അടക്കമുള്ള ആളുകളാണ് ഈ നിയമത്തെ രാജ്യസഭയിൽ പരാജയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല. അത്തരമൊരു നിയമനിർമ്മാണത്തെ രാജ്യസഭയിൽ പരാജയപ്പെടുത്തി ആ ബില്ല് പരാജയപ്പെട്ട സന്ദർഭത്തിൽ രാജീവ് ഗാന്ധിയുടെ ദുഃഖം ഘനീഭവിച്ച അദ്ദേഹത്തിൻ്റെ മുഖം എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. ശോകമുഖമായിട്ടാണ് അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് കടന്നു വന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ എല്ലാ ഗുണഫലങ്ങളും ഈ സംസ്ഥാനത്ത് ഇന്നുവരെ അനുഭവിച്ചെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. 20 വർഷമായി ഈ കോർപ്പറേഷനെ അവർ കട്ടുമുടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഞാൻ ഈ കോർപ്പറേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വ്യക്തമായിട്ടും ഒരു കുറ്റപത്രം തയ്യാറായിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ, നമ്മുടെ ഗ്രാമതലത്തിലുള്ള പ്രവർത്തകന്മാരൊക്കെ തന്നെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചതുപോലെ ഈ കോർപ്പറേഷനിൽ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ കുറ്റപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റാണോ എന്ന് പറയാൻ സാധിക്കുമോ? ഒന്നും നിഷേധിക്കാൻ സാധ്യമല്ല. നമ്മുടെ വികസനത്തിന് ശവപ്പറമ്പരിക്കിയ ആളുകളാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന കാര്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല. ആ
വികസനം തകർത്തു എന്ന് മാത്രമല്ല, അഴിമതിയെ മുഖ്യമന്ത്രിയെ പോലെ തന്നെ ഒരാചാരമാക്കി മാറ്റാൻ വേണ്ടി കോർപ്പറേഷൻ കഴിഞ്ഞ 20 വർഷക്കാലമായി അതിൻ്റെ സ്ഥാനാർത്ഥികളായി തോറ്റ ഇടതുപക്ഷ നേതാക്കന്മാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഷേധിക്കാൻ സാധിക്കുമോ? ആണ്. നമുക്ക് വേണം ഒരു മാറ്റം. ആ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യ കക്ഷി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഒരു കാലത്തുമില്ലാത്ത കെട്ടുറപ്പോടുകൂടി, ഒരു കാലത്തുമില്ലാത്ത ഏകീഭാവത്തോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഐക്യ ജനാധിപത്യ കക്ഷിയുടെ നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് കോൺഗ്രസിനേക്കാൾ ജാഗ്രതയോടുകൂടി വെല്ലുവിളി ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിഷ്കർഷയുള്ള ആളുകളാണ് അവരൊക്കെ തന്നെ. എല്ലാ വിട്ടുവീഴ്ചകളും തയ്യാറായിക്കൊണ്ട് എല്ലാ തരത്തിലും ഒരു സമന്വയത്തിൻ്റെ രീതിയിലും സ്വഭാവത്തിലും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ച അത് നേതൃത്വം കൊടുത്തിരിക്കുന്നവർ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നാം കഴിയാവുന്നിടത്തോളം ജനാധിപത്യ രൂപത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ, പുരുഷന്മാരെയും സ്ത്രീകളെയും മുഖത്തരെ കണ്ടെത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതകളായിട്ട് അവർ നാം കണ്ടെത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളുകളാണ്. അവരെല്ലാം തന്നെ പ്രവർത്തന പരിചയമുള്ള ആളുകളാണ്. പ്രവർത്തന പരിചയമില്ലാത്ത പുതിയ തലമുറപ്പെട്ട ഒരുപാട് ആളുകളെ കണ്ടെത്താൻ വേണ്ടി നാം സാധിച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. 21 വയസ്സ് പൂർത്തിയായ ഒരു കൊച്ചനുജത്തി, എൻ്റെ മകളുടെ പ്രായം പോലുമില്ലാത്ത ഒരു കുട്ടി ഇപ്പോൾ എന്നെ വന്നുകൊണ്ട് സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യം പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് രോമാഞ്ചം തോന്നുകയുണ്ടായി. അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരമ്പരാഗതമായ ഏറ്റവും നിലപാടുണ്ട്. ആ നിലപാടെന്താണ്? യുവത്വത്തോടൊപ്പം പഴയ തലമുറപ്പെട്ട ആളുകളെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന സമീപനം. അത് പണ്ഡിച്ചൂട് കാലത്തൊട്ടുണ്ടായ സമീപനമാണ്. എൻ്റെ പ്രിയ സഹോദരി, അവരാണ് ഏറ്റവും മുതിർന്ന സ്ഥാനാർത്ഥി എന്ന കാര്യവും എന്നോട് എൻ്റെ സഹപ്രവർത്തകന്മാർ പറയുന്നുണ്ടായി. എന്തൊരു സമന്വയമാണ്! യുവാക്കന്മാർ, യുവതികൾ, എല്ലാ സമൂഹത്തിലും പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു സമവായം. അതെല്ലാം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വിജയത്തിൻ്റെ അസ്ഥിവാരമെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പോരാട്ടം തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടാണ് കാര്യം മറക്കരുത്. ഇത് പറയുമ്പോൾ ആത്മനം കൊണ്ടല്ല ഞാൻ പറയുന്നത്. സാമ്പത്തികമായിട്ട് ഏറ്റവും അധികം സ്വാധീനമുള്ളൊരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിന്ന് മാറിയിട്ടുള്ള സത്യം നിങ്ങൾ മറക്കരുത്. 5 വർഷക്കാലം കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായൊരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ധനാധിപത്യമായിട്ട് പോരാട്ടമായിട്ടാണ് ഈ പോരാട്ടം. ഞങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസിൻ്റെ നായകനല്ലെങ്കിൽ അധ്യക്ഷ രൂപത്തിൽ ഞാൻ പറയട്ടെ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് സാധിച്ചില്ല എന്ന ദുഃഖം ഞാൻ എൻ്റെ മനസ്സിലേക്കും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്ന 1-2 യോഗങ്ങളിൽ ഈ കാര്യം ഞാൻ പറയുകയുണ്ടായി. നമ്മൾ സഹായിക്കാൻ ആരുമില്ല. സമ്പന്നന്മാരുടെ വലിയ കൈകെട്ടാൻ നമുക്ക് സാധ്യമല്ല. അധികമായ സമ്പാദ്യക്കാരെ കൂട്ടിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മത്സരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ സാധിക്കാത്ത പ്രയാസം നിങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ സ്ഥാനാർത്ഥികളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് KPCC നിങ്ങൾക്ക് നൽകിയത്? KPCC ആകെ നിങ്ങൾക്ക് നൽകിയത് കുറേ റെസീറ്റ് പുസ്തകം അടിച്ചു തന്നവർക്ക് കവിഞ്ഞ മറ്റൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കുറച്ച് കൈച്ചകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു എന്നൊക്കെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കുറച്ച് പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്യാൻ വിഷമത്തിൽ അത് തയ്യാറാക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ പണം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് വീട് വീടാന്തരം പോയി എല്ലാവരെയും നമ്മൾ നേരിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ നമ്മളെ അല്ലാതെ ആരെയാണ് സഹായിക്കുക? ഈ രാജ്യത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം നാളെ വരാൻ പോകുന്ന മാറ്റത്തിന് തുടക്കമാണ്. ആ വസ്തുതയിൽ നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിനെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് ധാരണ? അഴിമതിയിൽ മുങ്ങിക്കുടിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഉണരുന്നതും ഉറങ്ങുന്നതൊക്കെ തന്നെ. ഏറ്റവും ഒടുവിൽ ഇന്ന് പ്രതിപക്ഷ മറ്റൊരു ആരോപണം കൂടി കൊണ്ടുവന്നിരിക്കുന്നു. എന്നാണ് നിങ്ങൾക്കെതിരായിട്ട് ഒരാരോപണമെങ്കിലും ഉണ്ടാകാതിരുന്നിട്ടില്ല? എന്തിനെങ്കിലും വസ്തുനിഷ്ഠമായിട്ട് മറുപടി പറയാൻ മുഖ്യമന്ത്രി സാധിച്ചിട്ടുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന പാർട്ടി സെക്രട്ടറി സമീപ ദിവസം തൽക്കാലം മാറിയിട്ടുള്ള
വ്യക്തി, അദ്ദേഹത്തെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി തുടങ്ങിയിട്ട് ആളുകളെല്ലാം തന്നെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ പടിയിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കും. ഏത് നിമിഷവും മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അഴിമതിയുടെയും കേന്ദ്ര ബിന്ദുവായിട്ട് മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. എല്ലാറ്റിൻ്റെയും പ്രബോധന കേന്ദ്രമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മാറിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും കുടുംബവും എല്ലാം തന്നെ തടിച്ച് കൊഴുത്ത് ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ രക്തമൂതി കുടിച്ചു കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി അത് പതിച്ചിരിക്കുന്നു. തൊഴിലാളി വർഗത്തിലെ പ്രതികളെ, കശുവണ്ടി തൊഴിലാളികൾ ഏറെയുള്ള കൊല്ലത്തിന് വികാരം ഉൾക്കൊള്ളുന്ന സാധാരണക്കാരെ നിങ്ങൾ ചിന്തിക്കണം. എന്തിനു വേണ്ടി ചെങ്കൊടി കയ്യിൽ എടുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഇവർ വഞ്ചിച്ചിരിക്കുന്നു. നിങ്ങളുടെ പേരിൽ അധികാരത്തിൽ വന്ന, നിങ്ങളുടെ പേരിൽ വിലപിച്ചുകൊണ്ട് വോട്ട് ചോദിച്ച് അധികാരം കയ്യിൽ കിട്ടിയ ശേഷം എല്ലാം കട്ടുപിടിക്കുന്ന തസ്കര സംഘമായിട്ട് ഈ മാറിയിട്ടുണ്ട് ഈ നേതൃത്വമെങ്കിൽ ഈ തസ്കര സംഘത്തിനായിട്ട് പോരാട്ടമാണ് നമുക്ക് നടത്തേണ്ടത്. ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കും. സത്യം വിജയിക്കാതില്ല. സത്യമേവ ചെയ്ത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനം കാത്തിരിക്കുന്നത് മാറ്റമാണ്. ഒരു സൽഭരണമാണ് ഇവിടെ വേണ്ടത്. ഒരു സുസ്ഥിര ഭരണകൂടമാണ് വേണ്ടത്. ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്ന ജനപക്ഷത്ത് നിൽക്കുന്ന ജനപ്രതിനിധികളാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. ആ ജനപ്രതിനിധികളായിട്ടാണ് ഞാൻ നിങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ഐക്യ ജനാധിപത്യ കക്ഷിയാണ് നിങ്ങളെ കണ്ടെത്തിയിട്ടുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമുക്ക് ജനങ്ങളോടായിരിക്കണം ആത്യന്തികമായിട്ട് നമ്മുടെ പ്രതിബദ്ധത. ആ കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. എനിക്ക് കൊല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനമുണ്ട്. ഞാൻ കൊല്ലത്ത് വന്ന് മടങ്ങുമ്പോഴൊക്കെ തന്നെ സന്തോഷ ചിത്രമായിട്ടാണ് ഞാൻ മടങ്ങാറുള്ളത്. ഇത്രയേറെ പ്രവർത്തകന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റൊരു ജില്ലയിലുമില്ല എന്ന് ഞാൻ പറയട്ടെ. ആ പ്രവർത്തകന്മാരാണ്. അവരാരും സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവരല്ല, സാധാരണക്കാരാണ്, തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ആളുകൾ, കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന വർഗത്തിലെ പ്രതികളാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരികളുമായിട്ടുള്ള എൻ്റെ സഹോദരികൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ നമ്മുടെ കരുത്ത്, അവരുടെ നമ്മുടെ ശക്തി കോൺഗ്രസ് മാത്രമല്ല, ഐക്യജനാധിപത്യ കക്ഷിയുടെ ഘടകകക്ഷികളുടെയൊക്കെ തന്നെ നട്ടെല്ലവരാണ്. അവരാണ് ഈ പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് എന്നും ഞാൻ ഓർക്കുന്നു. അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പോരാട്ടം. ആ പോരാട്ടം തീർച്ചയായിട്ടും ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന അത്രയും പ്രതിബദ്ധതയുടെ സഹോദരന്മാരാണ് കോൺഗ്രസും ഘടകകക്ഷികളുടെ പക്കത്തറയുള്ളത്. എനിക്ക് പൂർണ്ണമായ വിശ്വാസം നിങ്ങളുണ്ട്, അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസത്തെ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഈ കൊല്ലം ജില്ലയുടെ ചരിത്രം നമുക്ക് മാറ്റി വരയ്ക്കാൻ സാധിക്കും. ആ കൊല്ലത്തിൻ്റെ പഴയകാല ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ കക്ഷിയുടെയും ഉരുക്കുകോട്ടയായിരുന്നു കൊല്ലം. നമ്മുടെ വളക്കൂറുള്ള മണ്ണായിരുന്നു ഈ മണ്ണ്. ഈ മണ്ണിൽ നിന്നാണ് ഉന്നത ശിക്ഷ നേതാക്കന്മാരൊക്കെ തന്നെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതാക പറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് ആളുകളുടെ കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ പരിവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ മനസ്സുമുള്ള ആളുകളാണ് ഈ കൊല്ലത്തെ ആളുകൾ. അതുകൊണ്ട് തന്നെ മാറ്റമുണ്ടാക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ മാറ്റം തുടക്കം കുറിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പോരാട്ടമാണ് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ശ്രമിക്കാൻ നേരമില്ല. ഇതൊരു വലിയ പോരാട്ടമാണ്. ഇത് കുരുക്ഷേത്ര യുദ്ധമാണ് എന്ന് ഞാൻ പറയുന്നു. നമ്മൾ പാണ്ഡവന്മാരാണ്. കൗരവപ്പടയുമായിട്ടാണ് നമ്മുടെ ഏറ്റുമുട്ടലെങ്കിൽ ആ കൗരവപ്പട പരാജയപ്പെട്ടത് മാത്രമാണ് ചരിത്രം പഠിച്ചിട്ടുള്ള ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ കൗരവപ്പട വിജയിക്കും, സംശയമില്ല. നമുക്ക് പണമില്ലെങ്കിലും ഇതുപോലത്തെ കായിക ബലമില്ലെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ആത്മാഭിമാനത്തോടെ സംസാരിക്കാൻ സാധിക്കുന്ന തൻ്റെയും ആർജവബോധവും നമുക്കുണ്ട്. അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത്. ജനങ്ങൾ നമ്മളെ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ആ ജനങ്ങളെ നിരാശരാക്കരുത്. ആ ജനങ്ങളുടെ കൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും ജനങ്ങൾ നമ്മുടെ കൈവഴിയില്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നിരിക്കുന്നു. നമ്മുടെ മുമ്പിലെ പോരാട്ടം കടുത്തതാണെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ മത്സരം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കും എതിരായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗൗരവപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ വിലയിരുത്താൻ തയ്യാറാണ്. കേന്ദ്രം ഭരിച്ച് ഈ രാജ്യത്തെ തകർത്ത ഒരു ഫാസിസ്റ്റാണ് നരേന്ദ്ര ദാമോദർ മോദി എന്ന കാര്യം മറക്കരുത്. അവർക്ക് പണമുണ്ട്,
ആയിരക്കണക്കിന് കോടി ചെലവഴിക്കാനും അവർക്ക് മടിയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അവർ സ്ഥാനാർത്ഥികൾക്ക് പണത്തിൽ പ്രയാസമുണ്ടാവില്ല. അത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രശ്നവും. അവർക്കും അതിന് അഭാവം ഉണ്ടാവില്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തികഞ്ഞ ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ഞാൻ പറയട്ടെ. ഞാൻ ഇന്ന് പറയുകയുണ്ടായി, മുഖ്യമന്ത്രിയുടെ ചെയ്തികളെക്കുറിച്ചൊക്കെ തന്നെ എല്ലാ ദിവസവും ഞാൻ പറയുന്നതാണ്, ആവർത്തിച്ച് പറയേണ്ട കാര്യമല്ല. നമുക്ക് ഈ ദുർഭരണത്തിൽ കേരളത്തെ പരിപൂർണമായിട്ട് മോചിപ്പിക്കാനുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾ വിജയശ്രീലാന്തമായി ഇവിടെ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന 55 സ്ഥാനാർത്ഥികളും വിജയിച്ച് നമ്മുടെ കോർപ്പറേഷന്റെ ഭരണം നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ അഭ്യർത്ഥിക്കാറുള്ളത്. ശ്രീമാൻ പ്രേമൻ ഞാൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ കോർപ്പറേഷനിൽ പ്രധാനമായിട്ടുള്ള അഴിമതിയും വികസന മുന്നോട്ടിപ്പിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കേണ്ടത്. അക്കവും അടിവരയിട്ടുകൊണ്ടാണ് നിങ്ങൾ കുറ്റപത്രം തയ്യാറാക്കുന്നത്. ആ കുറ്റപത്രം ജനങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തണം. ആ കുറ്റപത്രം നിർത്തിപ്പിടിച്ചു നിങ്ങൾ വോട്ട് വഹിക്കണം. അതോടൊപ്പം നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്താണ്, പറയേണ്ട കാര്യം എന്താണ്? പുനർജനിക്കുന്ന നമ്മുടെ ഗ്രാമങ്ങൾ, ഉണർത്തെഴുന്നേൽക്കുന്ന നമ്മുടെ നഗരങ്ങൾ എന്ന മുദ്രാവാക്യം മുഴക്കൊണ്ട് ഈ രാജ്യത്ത് അഴിമതിക്കേറിയ ഒരു വോട്ട് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അഴിമതിയില്ലാത്ത ഒരു കേരളം, അഴിമതിരഹിതമായ ഒരു കേരളം, അഴിമതിരഹിതമായ ഒരു കോർപ്പറേഷൻ, അതായിരിക്കണം നമ്മുടെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. അവർക്ക് എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്തരമൊരു സംഗമത്തിൽ സംബന്ധിക്കാൻ സാധിച്ചത് ഒരു സൗഭാഗ്യമായി കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.